ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവിയായ ലെയ്ക്കയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമായിരിക്കും. മോസ്കോ തെരുവുകളിൽ അലഞ്ഞു നടന്ന ഒരു തെരുവുനായയായിരുന്നു അവൾ. റഷ്യയിലെ ബൈക്കനൂർ ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രജ്ഞർ ആ നായയെ എടുത്തു. അവൾക്ക് ലെയ്ക്ക എന്ന് പേരിട്ടു. ബൈക്കനൂർ ബഹിരാകാശ നിലയത്തിലെ ശാസ്ത്രജ്ഞരോട് അവൾ വേഗത്തിൽ ഇണങ്ങി. മുഖ്യ പരിശീലകനായ വ്ളാദിമിർ ദെസ്കോവിസ്കി സ്പുട്നിക് 2 എന്ന ബഹിരാകാശ പേടകത്തിൽ ക്യാപ്സ്യൂളിൽ 3 ദിവസം മുൻപ് തന്നെ അവളെ കൊണ്ടിരുത്തി. 1957 നവംബർ 3 വിക്ഷേപണത്തിന് മുൻപ് അവളുടെ രോമക്കുപ്പായം നേർപ്പിച്ച എഥനോൾ കൊണ്ട് തുടച്ചു വൃത്തിയാക്കി. യാത്ര മംഗളങ്ങൾ നേർന്നു. ക്യാപ്സ്യൂളിലെ താപകവചം ഉയർന്നു. വിക്ഷേപണത്തിന് ശേഷം ഇത് ക്യാപ്സ്യൂളിലെ താപനില ഉയരാൻ കാരണമായി. അത് കാരണം വിക്ഷേപണത്തിന് തൊട്ടു പിന്നാലെ ലെയ്ക്ക മരിച്ചു. 1993 റഷ്യൻ മെഡിക്കൽ ഡോക്ടറും ബഹിരാകാശ പരിശീലകനുമായ ഓലെഗ് ഗാസെങ്കോ ഇത് വെളിപ്പെടുത്തി. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ. താങ്ക്